നമ്മളൊക്കെ അഹ്ലുസുന്ന വൽ ജമാഅയുടെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ പരിശ്രമിക്കുക. എന്താണോ സുന്നത്തിലുള്ളത്, എന്താണോ ജമാഅത്തിലുള്ളത്, അത് മതി നമുക്ക്. സ്വഹാബിമാർ പഠിപ്പിച്ച പോലെ അവരെന്താണോ ചെയ്തത് അതാണ് നമ്മളും ചെയ്യേണ്ടത് എന്ന് സ്വഹാബത്ത് പഠിപ്പിച്ചു, താബിഈങ്ങൾ പഠിപ്പിച്ചു, അയിമ്മത്ത് മുഴുവനും പഠിപ്പിച്ചു. നബിതങ്ങളുടെ മാതൃക, സ്വഹാബത്തിന്റെ മാതൃക, താബിഈങ്ങൾ ആ സ്വഹാബത്തിൽ നിന്ന് സ്വീകരിച്ചു പോന്ന മാതൃക, അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്നത്. അതിൽ നിന്ന് തെന്നിമാറി ന്യായങ്ങൾ പറഞ്ഞ് ദുർന്യായങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കി അത് നല്ലതല്ലേ, ഇത് നല്ലതല്ലേ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ ന്യായങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ദീനതൊന്നും അംഗീകരിക്കുന്നില്ല. അല്ലാഹും റസൂലും പഠിപ്പിച്ചത് അത് നാം സ്വീകരിക്കുക. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്തിറങ്ങുമ്പോൾ ഏതാണോ ദീന് അതാണ് എന്നും ദീന്. ഫമാലം യകുൻ യൗമഇദിൻ ദീന ഫലാ യകുനുൽ യൗമ ദീന. അന്ന് മതമല്ലാത്തത് ഇന്നും മതമാവുകയില്ല എന്ന ഇമാം മാലിക്കിന്റെ വചനം. അതാണ് ഈ സമയത്ത് എന്നെയും നിങ്ങളെയും എല്ലാം ഓർമ്മപ്പെടുത്താനുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഹഖ് മനസ്സിലാക്കാൻ, ആ ഹഖിന് വേണ്ടി നിലകൊള്ളാൻ, അതിനുവേണ്ടി പരിശ്രമിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.